ഇവർക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിഷയം വന്നു. ആ സമയത്ത് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിന് ഇവരുടെ ഈ ലൈസൻസിൻ്റെ ടൈം റിന്യൂ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പുറത്തുനിന്ന് ഹോം മിനിസ്ട്രിയിൽ നിന്ന് ഇവിടെ നോക്കി NOC കിട്ടണം. ആ NOC കൊടുത്തില്ല. ആ NOC കൊടുക്കാതിരുന്ന സമയത്താണ് ഇവരുടെ ഉദ്ഘാടന ചടങ്ങിലെ AK ആന്റണി നടത്തിയിട്ടുള്ള പ്രസംഗത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതിപ്പോഴും അവൈലബിളാണ് പബ്ലിക് ഡൊമെയിനിൽ. ഇവരെ ചാനൽ തുടങ്ങുമ്പം ആ ചാനലിൻ്റെ ലോഞ്ചിങ് നടത്തുന്നത് അന്ന് പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന AK ആന്റണിയാണ്. AK ആന്റണി അന്നോട് വച്ച് പറയുന്നുണ്ട്, നിങ്ങളുടെ കയ്യിലിരിപ്പ് ശരിയല്ല എന്നെനിക്കറിയാം, എനിക്ക് കുറേ റിപ്പോർട്ടുകൾ എൻ്റെ മേശപ്പുറത്ത് കിട്ടിയതാണ്, എന്നാലും നിങ്ങൾ ശരിയാകും, നേരെയാകും എന്നൊരു പ്രതീക്ഷയിൽ മലയാളം ചാനലല്ലേ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പ്രക്ഷേപണ അനുമതി തരാൻ വേണ്ടി NOC തരാൻ വേണ്ടിയിട്ട് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിന് ലെറ്റർ കൊടുത്തെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരെക്കുറിച്ചുള്ള IBയുടെ റിപ്പോർട്ടും ബാക്കിയുള്ളതെല്ലാം ഇവർക്കെതിരായിരുന്നു. റോയുടെ റിപ്പോർട്ട് ഇവർക്കെതിരായിരുന്നു. അങ്ങനെ എതിരായിട്ടും പിന്നെ പുള്ളി കൊടുത്തതാണ്. പിന്നെ ഇവർ ചെയ്തിട്ടുള്ളത്, ഇവരുടെ ഏറ്റവും വലിയ ശത്രുക്കളാരാ? സുന്നി മുസ്ലിങ്ങളെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യണം. കാരണം ഇവരുടെ നേതാവായിട്ടുള്ള അബ്ദുറഹ്മാൻ ഇവരുടെ മാധ്യമ പത്രത്തിൻ്റെ തലപ്പത്തിരുന്നാണ്. അബ്ദുറഹ്മാൻ്റെ സഹോദരനാണ് അബ്ദുള്ള. ചർച്ചയിലൊക്കെ ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടി വന്ന് സംസാരിക്കുന്നത്. ഇപ്പോൾ ആൾ പാവമൊക്കെയാണ്, പക്ഷേ ഈ തലയ്ക്ക് ഈ മതം പിടിച്ചിട്ടുള്ള ഭ്രാന്ത. അബ്ദുള്ള പറഞ്ഞത് ഖത്തറിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന കാലത്ത് ഖത്തറിലെ ഒരു സുന്നി മുസ്ലിം പണ്ഡിതൻ അവിടെ വന്നപ്പം ഇയാളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കാൻ ജമാഅത്ത് ഇസ്ലാമി മുൻകൈ എടുത്തു.